Hi, hello, it's me Jilmore from Jilu's Daily Vlogs. Welcome back to our channel. As your confidence, so is your capacity. Never bend your head, always hold it high. Look at the world straight in the eye. Accept who you are and revel in it. Trust yourself, no more that you think you do. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഓരോരുത്തർക്കും ഒരുപാട് പ്രതിസന്ധികളെല്ലാം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോഴും നമ്മൾ അതെല്ലാം തരണം ചെയ്ത് നമുക്കൊരു ഡ്രീം ഉണ്ടായിരിക്കും. ആ ഡ്രീം സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ അതിലൊരു സക്സസ് കണ്ടെത്താറുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ പ്രൊഫഷണലായിട്ട് എൻ്റെ വർക്ക് സംബന്ധിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അതായത് ഞാൻ എൻ്റെ വർക്ക് സംബന്ധിച്ചിട്ട് ഞങ്ങൾ മീറ്റിങ്ങിന് പോവുകയാണ്. അപ്പം എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു മീറ്റിംഗ്. പെട്ടെന്നുള്ളൊരു അലേർട്ടായിരുന്നു, സർക്കുലർ പെട്ടെന്നായിരുന്നു വന്നത്. ഞാനും കുഞ്ഞും ഹസ്ബൻഡുമായിരുന്നു മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ മീറ്റിങ്ങിന് കയറി. അവിടെ ക്യാമറ അലൗഡ് അല്ലായിരുന്നു, വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലൗഡ് അല്ലായിരുന്നു. അപ്പം ഞാൻ വീഡിയോസൊന്നും എടുക്കാൻ സാധിച്ചില്ല, ഫോട്ടോസൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം മീറ്റിംഗൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മീറ്റിംഗ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. കാരണം വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ദൗത്യമായിരുന്നു ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. വിരലിൽ എണ്ണാവുന്ന ആളുകളിൽ കിട്ടുന്ന ഒരു ഭാഗ്യമാണത്. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം നിർഭാഗ്യവശാൽ എനിക്കത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കില്ല. കാരണം പരിമിതികളുണ്ട്. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത പ്രൊഫഷനുകളിലായിട്ട് ജോലി ചെയ്യുന്നവരാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കും. തീർച്ചയായിട്ടും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും കുഞ്ഞും കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് മറൈൻ ഡ്രൈവും അതുപോലെ തന്നെ പാർക്കൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് പോയിട്ട് കുഞ്ഞിനെ അതെല്ലാം ഒന്ന് കാണിച്ചിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോയാലോ എന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പം എനിക്ക് സന്തോഷം. ഫാമിലി ആയിട്ടൊക്കെ ഒരു പുറത്തൊരു ഔട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറി. കുഞ്ഞാവ് ആദ്യമേ തന്നെ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തിട്ട് മുഖമൊക്കെ തുടച്ച് കൈയൊക്കെ വൃത്തിയാക്കുകയാണ്. എന്നെപ്പോലെ തന്നെ വളരെ വൃത്തിയുള്ള ഒരാളാണ് കേട്ടോ. വൃത്തി വളരെ നന്നായിട്ട് നോക്കുന്ന ഒരാളാണ് എൻ്റെ കുഞ്ഞും. നല്ല നീറ്റായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നല്ല കസ്റ്റമർ സർവീസിംഗ് ആണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഞങ്ങൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് ഇത്രയും വിഭവങ്ങളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിനൊക്കെ. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിന് ഫുഡൊക്കെ വാരി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം തീരാറായപ്പോഴത്തേക്ക് കുഞ്ഞിന് ഞാൻ പാട്ട് വെച്ച് കൊടുത്തു. പാട്ട് കേട്ട പിന്നെ ഡാൻസ് ചെയ്തിട്ടല്ലേ അടങ്ങിയിരിക്കത്തുള്ളൂ. നമ്മൾ ആരാണേലും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ അതുപോലെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസും പാട്ടും ഒക്കെ. പാട്ട് കേട്ട അപ്പോൾ ആൾ ഡാൻസ് കളിക്കും. അപ്പോൾ റെസ്റ്റോറൻറ്റിലുള്ളവരെല്ലാം ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു കുഞ്ഞിൻ്റെ ഡാൻസൊക്കെ കണ്ടിട്ട്. അങ്ങനെ കുഞ്ഞ് പാട്ട് കേട്ട് ഡാൻസൊക്കെ കളിച്ചിട്ട് ആളവിടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. ഏതൊരു അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹമാണല്ലോ സ്വന്തം മക്കൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്. അപ്പം എനിക്കും ഹസ്ബൻഡും അങ്ങനെയാണ്, കുഞ്ഞെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മറൈൻ ഡ്രൈവിലേട്ടാണ് കേട്ടോ. ഞാനും കുഞ്ഞും ഹസ്ബൻഡും മറൈൻ ഡ്രൈവിൽ പോയി കുറച്ച് നേരം അവിടെ ഇരിക്കാനായിട്ടാണ്. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. കുഞ്ഞിവിടെ കളിയും ചിരിയൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. അപ്പം ഐസ്ക്രീമൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. കുഞ്ഞാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം. അധികം ഒന്നും കൊടുക്കില്ല, കുറച്ചൊക്കെ കൊടുക്കുള്ളൂ. കാരണം തണുപ്പുണ്ടല്ലോ, വല്ല കഫക്കെട്ടൊക്കെ വന്നാലോ എന്ന് ഓർത്ത് പേടിയുള്ളതുകൊണ്ട് കുറച്ചേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. എന്തോ മറൈൻ ഡ്രൈവിൽ പോകുമ്പോൾ ഒരു റിലാക്സേഷനാണ്. ഭയങ്കരമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് കൂളായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടുത്തെ കാലാവസ്ഥയുടെ ആയിരിക്കാം, ആ കാഴ്ചകളുടെ ആ ഒരു ഭംഗി കാരണമായിരിക്കാം. നല്ലൊരു മൈൻഡ് ഒന്ന് ഫ്രഷ് അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു മൈൻഡാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം വളരെയധികം ആസ്വദിച്ചു. കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഐസ്ക്രീമൊക്കെ കുഞ്ഞിന് കൊടുത്ത് ഞങ്ങളും കഴിച്ച് അവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾ പ്രകൃതിയെ ആസ്വദിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരുന്നു.
കുഞ്ഞു വളരെ ഹാപ്പിയാണ് കേട്ടോ, കാഴ്ചകളൊക്കെ കണ്ട് ഓടി നടക്കുകയാണ്. ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു, സന്തോഷമായി, എനിക്ക് ഒരുപാട് സന്തോഷമായി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പെട്ടെന്ന് പറയാണ്, വേഗം റെഡിയാവാൻ നമുക്കൊരു സിനിമയ്ക്ക് പോകാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, റെഡിയായി, ഞാനും കുഞ്ഞും റെഡിയായി. ഞങ്ങൾ സിനിമയ്ക്ക് പോവാണ്. തുടരും എന്ന് പറഞ്ഞ് മൂവി കാണാനായിട്ടാണ് പോണേ. അത് എന്താണ് മൂവി എന്നൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഈ സിനിമ കാഴ്ച എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കയറുന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാവും എന്നുള്ളതൊക്കെ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. മീൻസ് കൊച്ച് കരയുമോ അല്ലെങ്കിൽ ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞിന് വളരെ അത്ഭുതമായിരുന്നു ഇതൊക്കെ കണ്ടപ്പം. തിയേറ്ററിൽ വെട്ടവും ഇത്രയും വലിയ സ്ക്രീനും ഇതുപോലെ കുറേ ചേഴ്സും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് ആകെ അത്ഭുതത്തോടു കൂടി എല്ലാം ഇങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കുമായിരുന്നു. കുഞ്ഞെന്നിട്ട് സ്ക്രീനിലോട്ട് നോക്കി ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾക്കും സന്തോഷമായി. ഞാൻ അവസാനമായിട്ട് ഒരു മൂവി കണ്ടത് ഐ തിങ്ക് അത് കൂമനാണെന്ന് തോന്നുന്നു. അത് ഗർഭിണിയായിരുന്ന സമയത്തായിരുന്നു ഞാൻ കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുഞ്ഞുണ്ടായിട്ട് ആദ്യമായിട്ട് കാണുന്ന മൂവിയാണ് ഈ തുടരുന്നുള്ള മൂവി. സത്യം പറഞ്ഞാലോ വളരെ വളരെ ഇഷ്ടമായി. എങ്ങനെ പറയാനെന്ന് അറിയത്തില്ല, ഈ സിനിമ വളരെ ഇഷ്ടമായി. നമുക്ക് രണ്ടുപേർക്കും വളരെ ഇഷ്ടമായി. കാരണം വളരെ ട്വിസ്റ്റായിരുന്നു. മോഹൻലാൽ സാറും അതുപോലെ തന്നെ ശോഭനമ്മ തകർത്ത് അഭിനയിച്ച ഒരു പടമാണ്. കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ, തുടരും എന്ന് പറഞ്ഞ മൂവി. നല്ലൊരു കഥയാണ്. എന്തോ പറയാൻ വാക്കുകളില്ല. അതിലുപരി നായകന് നായിക എന്നതിലുപരി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം വില്ലൻ കഥാപാത്രമാണ് കേട്ടോ, നമ്മുടെ ജോർജ് സാറ്. വളരെയധികം ഇഷ്ടമായി. അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻട്രിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ പെട്ടെന്ന് ചേഞ്ച് ആവുന്നതും, അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്, അത് പോകുന്നില്ല. ജോർജ് സാർ എന്ന് പറയുന്ന ആ ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എപ്പോഴൊക്കെയോ അത് ഓർമ്മ വരും. അതെന്താണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് നമ്മുടെ മനസ്സിൽ അങ്ങനെ ആ കഥാപാത്രത്തെ നിർത്തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ അയ്യോ പറയാൻ പറ്റില്ല കേട്ടോ, അത്ര ഭംഗിയായിരുന്നു. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൂവി എല്ലാവരും ഒന്ന് പോയി കാണണേ, നല്ല മൂവിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഞങ്ങൾ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ കയറി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റാ.